ആ ഗൈസ്, അപ്പോൾ ഇന്ന് ഉമ്മ ഉണ്ടാക്കാൻ പോകുന്ന ഇറച്ചിക്കറിയാണ്. അപ്പോൾ ഉമ്മ കുറച്ച് മുളക് കുറച്ച് ബാട്ടുന്നുണ്ട്. അങ്ങനെ ചെറുങ്ങനെ ബാട്ടി അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കൊത്തമ്പാരി ഇട്ട് എന്നിട്ട് നല്ലോണം ഇളകി കൊടുത്ത് കുറച്ച് നല്ലോണം ഇളക്കി കുറച്ച് ചൂടായ പിന്നെ ഒരു ചട്ടി കുക്കർ എടുത്തിട്ട് അടുപ്പിൽ വെച്ച് എന്നിട്ട് കുറച്ച് ചൂടായി എന്നിട്ട് അതിൽ കുറച്ച് ഗീ ഇട്ട് എന്നിട്ട് കുറച്ച് എണ്ണ വീത്തി എന്നിട്ട് കുറച്ച് ഉള്ളി പിന്നെ എന്നിട്ട് ഉള്ളി തമ്പട്ടെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഇളക്കി എന്നിട്ട് ഒരു ബ്രൗൺ കളറായ പിന്നെ കുറച്ച് കുറച്ച് ഗീയെല്ലാം ഇട്ട് നല്ലോണം നോക്കി ടെസ്റ്റാക്കുന്നു. അങ്ങനെ ഡാൽഡ കുറച്ചിട്ട് അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ സെപ്പറേറ്റ് കുറച്ച് പച്ചമുളകും ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈഡിൽ വെച്ച് എന്നിട്ട് ബാക്കി തമ്പട്ടെല്ലാം ഇട്ട് അതിൽ എന്നിട്ട് കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് എന്നിട്ട് പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഇളക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നല്ല മണം വരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇളക്കി എന്നിട്ട് ജ്യൂസ് മെഷീനിൽ കുറച്ച് മുളക് പൊടിയാക്കി മുളകും കൊത്തമ്പാരിയും പൊടിയാക്കിയിട്ടിട്ട് എന്നിട്ട് ഇഞ്ചി പേസ്റ്റ് കുറച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഇളക്കിയ ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി. ഇപ്പോൾ നല്ല തക്കാളിയെല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇറച്ചി അതിലിട്ട് മേലിലേക്ക് ഇട്ട് അങ്ങനെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ഇറച്ചിക്കറി വെക്കാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ഇട്ട് ഇറച്ചി നല്ലോണം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഇളക്കി ഇങ്ങനെ മിക്സാവാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉള്ളിയെല്ലാം ഇട്ട് അതിൻ്റെ മേലിലേക്ക് കുറച്ച് ഉപ്പിട്ട് അങ്ങനെ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊണ്ടുവന്ന് കുറച്ച് വെള്ളമെല്ലാം വീത്തി പിന്നെ കുറച്ച് സെറ്റാകാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി ഇങ്ങനെ കുക്കറിൽ കുറച്ച് 5 മിനിറ്റ് വെച്ച് 2-3 വിസിൽ ഇടാനായി. ഫസ്റ്റ് വിസിലിട്ട് എന്നിട്ട് നല്ലോണം ഇളക്കി. ഇപ്പോൾ നമ്മളെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നല്ല മണം വന്നിന്, നല്ല തേങ്ങയെല്ലാം ഇട്ടിട്ട് നല്ല മജയായിന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കുക. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൊടിനെ എല്ലാം ഇട്ട് കൊടുത്ത് നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്ലേറ്റിൽ പത്തിലും ഇറച്ചിക്കറി കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനും കുറച്ച് ഒരു കണ്ടെടുത്ത്